ഹായ് എവരി വൺ, നീറ്റ് 2026 എക്സാമിനേഷനൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയമാണ്. ഒരുപാട് ആൾക്കാർ നീറ്റിൻ്റെ ഫൈനൽ പ്രിപ്പറേഷൻസിന് വേണ്ടി സൈലത്തിൽ ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി ഫോർ സൈലം നീറ്റ് ക്രാഷ് കോഴ്സ് പ്രോഗ്രാമുകൾക്ക് വേണ്ടി നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ മെറ്റീരിയൽസ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം. നിങ്ങൾക്കിവിടെ ഒരുപാട് മെറ്റീരിയൽസ് കാണാം. ഇതിൽ നിങ്ങൾക്ക് ആദ്യം എടുത്തിരിക്കുന്ന 2 ബുക്കുകൾ കെമിസ്ട്രിയാണ്. +1-ൻ്റെയും +2-ൻ്റെയും കെമിസ്ട്രി പോർഷൻസ് ആണ്. ഇതേപോലെ 11th ഫിസിക്സ്, 12th ഫിസിക്സ്, സിമിലർലി ബയോളജി നിങ്ങൾക്ക് 11th 12th ആയിട്ട് ടോട്ടൽ 6 ബുക്കുകളാണ് നിങ്ങൾക്ക് സൈലം നീറ്റ് ക്രാഷ് കോഴ്സിൻ്റെ മെറ്റീരിയലായി കാണാൻ സാധിക്കുക. എന്താ ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത? നമ്മളൊരു ക്രാഷ് കോഴ്സിലേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫൈനൽ പ്രിപ്പറേഷൻ എന്ന രീതിയിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് പഠിച്ച കോൺസെപ്റ്റുകളൊക്കെ പൊടിതട്ടിയെടുക്കാനും അതിൽ മാക്സിമം ലെവൽ വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനും സാധിക്കണം. നിങ്ങൾക്ക് എക്സാക്ട്ലി അത് തന്നെയാണ് സൈലം മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ഈ മെറ്റീരിയൽ വാങ്ങുമ്പോൾ മെറ്റീരിയൽ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിലുള്ള ആദ്യത്തെ ചാപ്റ്റർ ഞാൻ മോൾ കോൺസെപ്റ്റ് എടുക്കുകയാണ്. മോൾ കോൺസെപ്റ്റിൻ്റെ എല്ലാ ബേസിക് ആയിരിക്കുന്ന ഡെഫിനിഷൻസും ഇക്വേഷൻസുമാണ് ആദ്യത്തെ പേജുകളിലുള്ളത്. തിയറി നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ തിയറിയും ഉണ്ട്. സോ ദാറ്റ് യു ഡോണ്ട് നീഡ് ടു ഹാവ് അനദർ റിവിഷൻ നോട്ട്, അല്ലെങ്കിൽ മറ്റൊരു ഷോർട്ട് നോട്ടുകളോ മറ്റൊരു റിവിഷൻ നോട്ടുകളോ മറ്റൊരു മെറ്റീരിയലോ നിങ്ങൾക്ക് ആവശ്യമില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും ലിമിറ്റിംഗ് റിയേജൻറ്റും നമ്മുടെ കോൺസെൻട്രേഷൻസിൻ്റെ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്ന പേജിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ലെവൽ 1 ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഈസ് ദ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി കോൺസെപ്റ്റ്സ്. നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന കോൺസെപ്റ്റുകൾ പ്രിലിമിനറി ആയി നിങ്ങൾക്ക് കാണാൻ പറ്റുക. എംപിരിക്കൽ ഫോർമുലയിൽ നിന്നും മോളിക്കുലാർ ഫോർമുലയിൽ നിന്നും ഒക്കെയുള്ള ചോദ്യങ്ങൾ ഇവിടെ കാണാം. ലെവൽ 1 തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുകയാണ്. ദെൻ വി മൂവ് ടു ലെവൽ 2. ലെവൽ 2ലേക്ക് അഡ്വാൻസ്ഡ് എന്നല്ല, ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നീറ്റിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ലെവൽ 2 തന്നെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം വരാം. അപ്പം നീറ്റ് എക്സാമിനേഷനിൽ റീസെൻ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റുകൾ ആൻഡ് ദ ലാംഗ്വേജ് ഓഫ് ദി ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നിങ്ങൾ ശീലിപ്പിക്കാനാണ് അസേർഷൻ റീസൺ ചോദ്യങ്ങളും സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളും ഒക്കെ ഉള്ളത്. ആൻഡ് ഫൈനലി യു ക്യാൻ ഓൾസോ ഹാവ് റാങ്ക് ബൂസ്റ്റർ സീരീസ്. അതിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ചാലഞ്ചിങ് ആയിരിക്കുന്ന ചോദ്യങ്ങൾ വേണം എന്ന് തോന്നുകയാണെങ്കിൽ റാങ്ക് ബൂസ്റ്റർ സീരീസിലുള്ള MCQs നിങ്ങൾക്ക് ചെയ്യാം. ഇത്രയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നീറ്റ് മോഡലിൽ വരുന്ന ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. എന്നാലും എക്സാക്ട്ലി പ്രീവിയസ് ഇയേഴ്സിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ NTA ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് കാണണം. അങ്ങനെ ഏറ്റവും റീസെൻ്റ് ആയിരിക്കുന്ന 2020 ശേഷമുള്ള ചോദ്യങ്ങൾ മാത്രം സ്പെസിഫിക്കലി സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും അവസാനം ഏറ്റവും നന്നായിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ആൻസർ കീയും എക്സ്പ്ലനേഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് പെട്ടെന്ന് നമുക്കിതൊരു സെൽഫായിട്ട് തന്നെ പഠിക്കാനുള്ളൊരു മെറ്റീരിയലാണ്. കീ മാത്രമല്ല, നിങ്ങൾക്ക് സൊല്യൂഷൻസിന് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് കാണാം, ഹിൻസ് കാണാം. സോ ദാറ്റ് ഇറ്റ്സ് എ വെരി ക്വിക്ക് അണ്ടർസ്റ്റാൻഡിങ്. ഏതെങ്കിലും ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ സെൽഫായിട്ട് അത് പഠിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് മെറ്റീരിയൽ ഉള്ളത്. അപ്പം കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ കണ്ടത്. അത് കഴിഞ്ഞ് നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഏറ്റവും വെയിറ്റേജ് കൂടുതലുള്ള ഓർഗാനിക് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കാണാം. +2 പഠിക്കുന്ന കുട്ടികളാണ് കെമിസ്ട്രിയുടെ കേസിൽ സ്പെസിഫിക്കലി ശ്രദ്ധിക്കേണ്ടത്. P ബ്ലോക്കിൻ്റെ ഒക്കെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ നീറ്റ് സിലബസിലുണ്ട്, വിച്ച് ഈസ് ആക്ച്വലി എ ഡിലീറ്റഡ് പോർഷൻ ഇൻ യുവർ ബോർഡ് എക്സാമിനേഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മെറ്റീരിയൽസ് എന്താണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇപ്പം പ്രീവിയസ് അല്ലെങ്കിൽ പഴയ NCERT എടുത്ത് അതിൽ P ബ്ലോക്ക് ഒക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോഴും ദർ ആർ സോ മെനി തിങ്സ്. അപ്പം മൊത്തത്തിൽ നമുക്കൊരു കൺഫ്യൂഷനാണ് ഇതെങ്ങനെ പഠിക്കുന്നുള്ളത്. അതൊക്കെ നമ്മളെ മാറ്റി നിർത്താൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തത്. ഓർഗാനിക്കിലാണെങ്കിലും നിങ്ങൾക്ക് ആദ്യത്തെ 2-3 പേജുകളിലായിട്ട് ഓർഗാനിക്കിൻ്റെ എൻറ്റിയർ റിവിഷൻ പോസിബിൾ ആണ്. റിയാക്ഷൻസ് ഓഫ് ഫീനോൾസ് മൊത്തത്തിൽ ഒരുമിച്ച് എഴുതി അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും പല ലെവലുകളായിട്ടുള്ള ചോദ്യങ്ങളുമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാത്തിലും, ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. സോ ഇത് നമുക്ക് സെൽഫായിട്ട് പഠിക്കാനും വളരെയധികം യൂസ്ഫുൾ ആണ്. ഈ മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് യു വിൽ ബി വെൽ എക്യുപ്ഡ് right before your NEET entrance examination. So this is a best recommendation for you guys. 2026 NEET examination എഴുതാൻ പോകുന്നവർക്ക് നല്ലൊരു മുതൽക്കൂട്ടാകുന്ന പ്രിപ്പറേഷന് നിങ്ങളെ സഹായിക്കാൻ പോകുന്ന മെറ്റീരിയൽസ് ആണ്. ആൻഡ് ദിസ് മെറ്റീരിയൽ ഈസ് നൗ അവൈലബിൾ ഇൻ ഡിസ്കൗണ്ട്. നിങ്ങൾക്ക് 2000 രൂപയ്ക്ക് ഈ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ ഉള്ളത്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വെച്ച് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഡോണ്ട് വേസ്റ്റ് ദിസ് ഓപ്പർച്യൂണിറ്റി. എന്തായാലും നമുക്ക് നല്ലൊരു മെറ്റീരിയൽസ് ഇൻ ഹാൻഡ് നമുക്ക് ആവശ്യമുണ്ട്. സോ മേക്ക്
യൂട്ടിലൈസ് ഓർ യൂസ് ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. വെറുതെ നീറ്റ് 2026 അടിപൊളിയായി പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.